നമസ്കാരം. കഴിഞ്ഞ ദിവസം റാന്നി MLA പഴകുളം മധു അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. മധു ആ പോസ്റ്റിൽ പറയുന്നത്, എൻ്റെ നിയോജകമണ്ഡലമായ റാന്നിയിലെ ലാഹ മഞ്ഞത്തോട് പട്ടയഭൂമിയിലെ ഒരു ഷെഡിൽ 28 പേർ ഒരുമിച്ച് താമസിക്കുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മിനിയും 3 സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളുമായി 20 കുട്ടികളും 8 മുതിർന്നവരും. ഇല്ലായ്മകളുടെ നടുവിൽ അവരിൽ മിനിയുടെ 8 മക്കൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നു. രാവിലെ മലയാള മനോരമ എത്തിച്ചു തന്ന ഞെട്ടിക്കുന്ന, ആരെയും സങ്കടത്തിലാഴ്ത്തുന്ന ഈ വാർത്തയ്ക്ക് പിന്നാലെ അവരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ഇതുവരെ. കോൺഗ്രസ് തുലാപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സിബി അഴകത്തിനെ രാവിലെ തന്നെ അങ്ങോട്ട് അയച്ചു. മിനിയും സഹോദരൻ രാജനുമായി ഫോണിൽ സംസാരിച്ചു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തു. വസ്ത്രങ്ങളും ആഹാര സാധനങ്ങളും ഉൾപ്പെടെ രാവിലെ തന്നെ അവിടെ എത്തിച്ചു കൊടുക്കാൻ സിബിയെ ചുമതലപ്പെടുത്തി. ഇതാണ് മധു പങ്കുവച്ച പോസ്റ്റ്. ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി റാന്നിയിലെ മുൻ MLA. അവിടെ അയാൾ എന്ത് തേങ്ങയാണ് ചെയ്തത്? ഒരു നിമിഷം ഒന്ന് ഓർത്തുപോയി. അയാൾക്കറിയുമോ ഇങ്ങനെയൊരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ടെന്ന്? കഴിഞ്ഞ സർക്കാർ ഇങ്ങനെയുള്ളവർക്ക് ഭൂമിയും വീടുമൊക്കെ കൊടുത്ത വാർത്തകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ പട്ടികയിലൊന്നും ഇവർ വന്നില്ലേ? സർക്കാർ ചെയ്തില്ലെങ്കിൽ MLAക്ക് മുൻകൈ എടുത്ത് ചെയ്യാമായിരുന്നില്ലേ? MLA ആരോട് ചോദിച്ചാലും ഈ ആവശ്യം പറഞ്ഞാൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് റാന്നിക്കാർ. അവരെ ഒന്നിനും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെ സഹായമനസ്കരായ ആളുകളെ MLAക്ക് നന്നായി അറിയാം. വിദേശത്തും സ്വദേശത്തുമുള്ള അവരുടെ മുഴുവൻ പേരുടെയും ലിസ്റ്റ് അയാളുടെ പക്കലുണ്ട്. അമേരിക്കയിലുള്ള റാന്നിക്കാരുടെയും അല്ലാത്തവരുടെയും മൊബൈലുകളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് റിക്വസ്റ്റ് അയച്ച ലിസ്റ്റ് അയാളുടെ പക്കൽ തന്നെയുണ്ട്. ഈ ആവശ്യം പറഞ്ഞ് അവർക്കൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ അവരൊക്കെ സഹായഹസ്തം നീട്ടിയനെ. അങ്ങനെയൊക്കെ മണ്ഡലത്തിൽ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ വീണ്ടും ആ മഹാന് അവിടെ നിന്ന് ജയിക്കാമായിരുന്നു. ഒരു പാലം തന്നെ 3-4 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്ന ഏഭ്യനാണ് ഈ മഹാൻ. തരികിടയുടെ ഉസ്താദാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കശ്മലൻ. ഇയാളൊക്കെ കൂടി ഒരു പാർട്ടി തന്നെ സമ്പൂജ്യമാക്കി. ചരിത്രങ്ങൾ പറയാൻ ഒരുപാടുണ്ട്, പിന്നീടൊരിക്കലാകാം.